സിലിക്കൺ പ്യൂരിഫിക്കേഷന്റെ മെയിൻ ആയിട്ടുള്ള സ്റ്റെപ്സ് എന്ന് പറഞ്ഞ് ക്വാർട്സൈറ്റ് സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ, ദെൻ MgS, EgS, എങ്ങനെ അതിന്റെ പ്രോസസ് ഒന്ന് ഷോർട്ടായിട്ട് പറയാൻ പറ്റൂലേ? ഹൗ ടു കൺവേർട്ട് ദ ക്വാർട്സൈറ്റ് ഇൻ ടു MgS. സബ്മേഴ്സ്ഡ് ഇലക്ട്രോഡ് ആർക്ക് ഫർണേസ്. ഓക്കെ, അവിടെ റിയാക്ഷൻ കാർബൺ. ബ്രീഫായിട്ട് പറയുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം, കുറച്ച് ദിവസമായില്ലേ. ഓക്കെ, സോ റോ മെറ്റീരിയൽ ഇസ് ക്വാർട്സൈറ്റ്, ഇറ്റ് ഈസ് റെഡ്യൂസ്ഡ് യൂസിങ് കാർബൺ. സോ അതിന്റെ എക്സ്പെരിമെന്റൽ സെറ്റപ്പ് ആണ് സബ്മേഴ്സ്ഡ് ഇലക്ട്രോഡ് ആർക്ക് ഫർണേസ്. അവിടെ റിഡക്ഷൻ യൂസിങ് കാർബൺ, ദെൻ വി ആർ ഗെറ്റിംഗ് മെറ്റലർജിക്കൽ ഗ്രേഡ് സിലിക്കൺ. അപ്പൊ അതിന്റെ അറേഞ്ച്മെന്റ് ഓർക്കുക. അതിന്റെ ഇനീഷ്യൽ സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽസ് കെമിക്കൽ റിയാക്ഷൻ, ദെൻ ഔട്ട്പുട്ട് എന്താ മെറ്റലർജിക്കൽ ഗ്രേഡ് സിലിക്കൺ. ദാറ്റ് വിൽ ബി 98% പ്യുർ. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താ ചെയ്യുന്നത്? ടു പ്രിപ്പയർ EgS ഫ്രം MgS. മെയിൻ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ റിഡക്ഷൻ വിത്ത് HCl ആണ്. സോ അതിന് മുന്നേ എന്ത് ചെയ്യുന്നുണ്ട്? ട്രൈക്ലോറോസിലൈൻ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സിലിക്കണിനെ കൺവേർട്ടിങ് ഇൻ ടു ട്രൈക്ലോറോസിലൈൻ. ഓക്കെ, ഫ്രം ദാറ്റ് ട്രൈക്ലോറോസിലൈൻ ആണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന റിഡക്ഷൻ വിത്ത് HCl ചെയ്തിട്ട് EgS ആക്കി കൺവേർട്ട് ചെയ്യുന്നത്. സോ പ്യൂരിറ്റി ലെവൽ മാക്സിമം ഒബ്റ്റെയിൻ ചെയ്യാനാണ് നമ്മൾ ഇതിനെ കൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ, സോ EgS മീൻസ് 99.99% പ്യുർ സിലിക്കൺ. അത്രയും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലെ? ഇനി അത് സോ അതിന്റെ കൺസോൾട്ടേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ് ഇത് പറഞ്ഞത് തന്നെയാണ്. സോ നിങ്ങൾ എന്തായാലും കെമിക്കൽ റിയാക്ഷൻസ് അടക്കം ഇൻക്ലൂഡ് കെമിക്കൽ റിയാക്ഷൻസ് അതിൽ പറയുമ്പോൾ ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ നടക്കുന്ന സ്റ്റെപ്സ് എന്തൊക്കെയാണ്, അതുപോലെ അതിന്റെ പ്രോസസ്സ്, അതിന്റെ എക്സ്പെരിമെന്റൽ സെറ്റപ്പ്. ഓക്കെ, ആ ഒരു ഫാബ്രിക്കേഷൻ സെറ്റപ്പ് എങ്ങനെയാണ്, അവിടെ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻ എന്താണ്, സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽസ് എന്താണ്, അത് ഔട്ട്പുട്ട് എന്താ കിട്ടുന്നത്, ഈ കാര്യങ്ങളെ പറ്റിയിട്ട് ബ്രീഫായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, സോ ഇത്രയാണ് നമ്മൾ ബേസിക്കലി പറഞ്ഞ കാര്യങ്ങൾ. പ്യുവർ ആയിട്ടുള്ള സിലിക്കൺ 99.99% സിലിക്കൺ ഫോം ചെയ്യാൻ വേണ്ടി, ദാറ്റ് ഈസ് EgS അല്ലെ? ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ ആ മെയിൻ ഫ്ലോ ചാർട്ടിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സിലിക്കൺ പ്യൂരിഫിക്കേഷൻ കഴിഞ്ഞിട്ട് EgS കഴിഞ്ഞിട്ട് അടുത്ത് എന്താണ്? സിംഗിൾ ക്രിസ്റ്റൽ സിലിക്കൺ അല്ലെ? നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് ടു ഫോം സിംഗിൾ ക്രിസ്റ്റൽ സിലിക്കൺ. അപ്പൊ നമ്മൾ ഇപ്പോ സാൻഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ക്വാർട്സൈറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് വി ഹാവ് ഒബ്റ്റെയിൻഡ് 99.99% പ്യുർ ഇലക്ട്രോണിക് ഗ്രേഡ് സിലിക്കൺ. ഓക്കെ, ബട്ട് ഇനി അതിന്റെ ഒരു പ്രശ്നം എന്താ? ദിസ് ഇലക്ട്രോണിക് ഗ്രേഡ് സിലിക്കൺ ഇസ് പോളിക്രിസ്റ്റൽ. പോളിക്രിസ്റ്റൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ദ റെഗുലാരിറ്റി ഓഫ് ആറ്റംസ് ഇസ് മെയിൻറ്റെയിൻഡ് ഫോർ ലിമിറ്റഡ് പോർഷൻ ഓൺലി. ഓക്കെ, ഒരു ക്രിസ്റ്റലിന്റെ റെഗുലാരിറ്റി ഒരു ലിമിറ്റഡ് പോർഷനിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. സോ നമുക്ക് ത്രൂ ഔട്ട് ദ ക്രിസ്റ്റൽ ആ ഒരു അതിന്റെ അറ്റോമിക് അറേഞ്ച്മെന്റ് റെഗുലർ ആയിരിക്കണം. സോ ദാറ്റ് ഈസ് കോൾഡ് ആസ് മോണോക്രിസ്റ്റൽ. ഓക്കെ, മോണോക്രിസ്റ്റൽ ഓർ സിംഗിൾ ക്രിസ്റ്റൽ. സോ അവർ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് ടു ഒബ്റ്റൈൻ സിംഗിൾ ക്രിസ്റ്റലൈൻ സിലിക്കൺ ഫ്രം ദിസ് പ്യുർ പോളി ക്രിസ്റ്റലൈൻ സിലിക്കൺ. അപ്പൊ EgS എന്ന് പറഞ്ഞാൽ മാക്സിമം പ്യൂരിറ്റി ഉണ്ട്, ബട്ട് എന്താണ്? ദാറ്റ് സ്ട്രക്ചർ ഇസ് പോളി ക്രിസ്റ്റലൈൻ. സോ വി ഹാവ് ടു ഒബ്റ്റൈൻ സിംഗിൾ ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ ഫ്രം ദിസ് EgS. നെക്സ്റ്റ് നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രോസസ്സാണ്. സോ അതിന് വേണ്ടിയിട്ടുള്ള പ്രോസസ്സിന് കോമൺ ആയിട്ട് പറയുന്ന പേരാണ് ക്രിസ്റ്റൽ ഗ്രോത്ത്. ഓക്കെ, സോ നെക്സ്റ്റ് ടെക്നിക് ഇസ് ആഫ്റ്റർ സിലിക്കൺ പ്യൂരിഫിക്കേഷൻ വി ഹാവ് ടു ഡു crystal growth. Okay, so crystal growth means it is the process where a pre-existing crystal becomes larger as more molecules or ions add in their position in the crystal lattice. Okay, അപ്പൊ അതിന്റെ നെയിം ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പോലെ തന്നെ ക്രിസ്റ്റൽ ഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സിംഗിൾ ക്രിസ്റ്റലൈൻ ആയിട്ടുള്ള പ്രീ എക്സിസ്റ്റിംഗ് ക്രിസ്റ്റൽ ഇനീഷ്യലി ഉണ്ടാവും. സോ അതിനകത്ത് നമ്മൾ കറക്റ്റ് അറ്റോം പൊസിഷൻസിൽ മോളിക്കുലർ അയോൺസ് ആഡ് ചെയ്തിട്ട് ആ ക്രിസ്റ്റൽ ഗ്രോ ചെയ്തെടുക്കുന്ന മെത്തേഡ്, ദാറ്റ് ഈസ് കോൾഡ് ക്രിസ്റ്റൽ ഗ്രോത്ത്. ഓക്കെ, സോ നമ്മളിവിടെ ക്രിസ്റ്റൽ ഗ്രോത്ത് ടെക്നിക്ക് യൂസ് ചെയ്യുന്നത് എന്താണ്? ടു കൺവേർട്ട് ദ പോളി ക്രിസ്റ്റലൈൻ EgS ഇൻടു എ മോണോക്രിസ്റ്റൽ സിലിക്കൺ ഓർ സിംഗിൾ ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ. ഓക്കെ, ഇനി അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെയിനായിട്ട് യൂസ് ചെയ്യുന്ന രണ്ട് പ്രോസസ്സ് ആണ്. രണ്ട് പ്രോസസ്സ് പഠിക്കാനുള്ളത്.
ഒന്ന് സെറാസ്കി പ്രോസസ്, ദെൻ വൺ ഇസ് ഫ്ലോട്ട്സോൺ ടെക്നിക്. ഓക്കെ, ഇപ്പൊ സെറാസ്കി അല്ലെങ്കിൽ ഫ്ലോട്ട്സോൺ ടെക്നിക്, ഇത് രണ്ടുമാണ് ക്രിസ്റ്റൽ ഗ്രോത്തിന് യൂസ് ചെയ്യുന്ന, മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന രണ്ട് ടെക്നിക്ക്. ഇതിൽ ഷോർട്ടായിട്ട് നമുക്ക് CZ എന്ന് പറയാം. ഓക്കെ, അതിൽ ആ CZ പ്രോസസ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, എക്സാമിന് എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ് ഈ CZ പ്രോസസ് എന്നത്. ഓക്കെ, മിക്കവാറും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും അതിനകത്ത് ഇവർ വന്ന ആ CZ പ്രോസസ് ഉണ്ടായിരുന്നു. ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾ അതേ രീതിയിൽ തന്നെ പഠിക്കുക. സോ ഈ ഫ്ലോട്ട്സോൺ ഇടയ്ക്ക് CZ ആയിട്ട് കമ്പയർ ചെയ്യണം എന്നുള്ള രീതിയിലേ ചോദിക്കാറുള്ളൂ. സിമ്പിൾ പ്രോസസ് ആണ് അത്. സോ നമുക്ക് ഇനി ഈ രണ്ട് ടെക്നിക്കും എന്തൊക്കെയാണ് ചെയ്യുന്നത്, അതിന് എന്തൊക്കെയാണ് ഡിഫറൻസ് ഉള്ളത്, അതിന്റെ പെർഫോമൻസ് എങ്ങനെയാണ് ഡിഫർ ചെയ്യുന്നത് എന്നൊക്കെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പൊ നിങ്ങളിപ്പം ബിഫോർ ദാറ്റ് ഓർക്കേണ്ട കാര്യം ഇത്രേ ഉള്ളൂ. വാട്ട് ഈസ് ക്രിസ്റ്റൽ ഗ്രോത്ത്? ക്രിസ്റ്റൽ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ഇത്രയും മീനിങ് എന്താണ്? എ പ്രീ എക്സിസ്റ്റിംഗ് ക്രിസ്റ്റൽ ബിക്കംസ് ലാർജർ. ഗ്രോ ചെയ്യുക, ക്രിസ്റ്റൽ ഗ്രോ ചെയ്യാൻ തന്നെയാണ് മീൻ ചെയ്യുന്നത്. എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ക്രിസ്റ്റൽ ഗ്രോ ചെയ്യുക, അതെന്ത് ചെയ്യുക, അതിന്റെ മോളിക്യൂൾസ് ഓർ അയോൺസ് അറ്റോമിക് പൊസിഷൻ ആഡ് ചെയ്ത് ക്രിസ്റ്റൽ ലാറ്റിസിൽ ആഡ് ചെയ്തിട്ട് പ്രീ എക്സിസ്റ്റിംഗ് ക്രിസ്റ്റൽ ഗ്രോ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്? ക്രിസ്റ്റൽ ഗ്രോത്ത്. നമ്മളിവിടെ ക്രിസ്റ്റൽ ഗ്രോത്ത് ടെക്നിക്ക് യൂസ് ചെയ്യുന്നത് ടു കൺവേർട്ട് ദ പോളിക്രിസ്റ്റലൈൻ EGS ഇൻടു സിംഗിൾ ക്രിസ്റ്റലൈൻ സിലിക്കൺ. ഓക്കെ, ദെൻ അതിന് യൂസ് ചെയ്യുന്ന രണ്ട് മെത്തേഡ്സ് ആണ് CZ പ്രോസസ്സും FZ പ്രോസസ്സും. സെറാസ്കി ടെക്നിക്ക്, ഫ്ലോട്ട്സോൺ ടെക്നിക്ക്. ഓക്കെ, ഈ രണ്ട് ടെക്നിക്സ് ആണ് നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് വൺ ഇസ് CZ പ്രോസസ്, സെറാസ്കി ക്രിസ്റ്റൽ ഗ്രോത്ത് ടെക്നിക്. സോ അതിന് വേണ്ടിയിട്ടുള്ള സെറ്റപ്പ് ആണ് ഇത്. നമുക്ക് ആ ഒരു ക്രിസ്റ്റൽ ഗ്രോത്ത്, ക്രിസ്റ്റൽ ഡെവലപ്പ് ചെയ്യാനുള്ള പ്രാക്ടിക്കൽ സെറ്റപ്പ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. സോ നിങ്ങൾ ഫസ്റ്റ് ഡയഗ്രം ഒന്ന് കോപ്പി ചെയ്തോ. നിങ്ങൾ നോട്ട്ബുക്കിൽ ഒന്ന് ഡയഗ്രം കോപ്പി ചെയ്യും. ഡയഗ്രം എന്തായാലും ഇപ്പം വരക്കണം, കാരണം വരച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നെ പഠിക്കുമ്പോൾ അത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഡയഗ്രം ഇപ്പൊ തന്നെ പറയുന്ന സമയത്ത് തന്നെ ഡയഗ്രം ഒന്ന് കോപ്പി ചെയ്യുക, അതിന്റെ പാർട്സ് മാർക്ക് ചെയ്യുക. ബിക്കോസ് ഇതിലിപ്പോ ഈ CZ പ്രോസസ് എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 2 മാർക്ക്, 5 മാർക്സിന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 2 മാർക്സ് ഡയഗ്രത്തിന് പോകും, പിന്നെ 2 ഓർ ചിലപ്പോൾ 3 മാർക്സ്. അതിന്റെ പാർട്സിലൊക്കെ മാർക്ക് ചെയ്താലേ കംപ്ലീറ്റ് അതിന്റെ മാർക്ക് കിട്ടുള്ളൂ. ദെൻ നിങ്ങൾക്ക് അതിന്റെ പാർട്സും വർക്കിങ്ങും എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. ഒന്ന് പെട്ടെന്ന് ഡയഗ്രം കോപ്പി ചെയ്ത് ഡയഗ്രം കോപ്പി ചെയ്തോ? അതിന്റെ പാർട്സ് മാർക്ക് ചെയ്യാം. There is a crucible of heating coils. Then inside that molten silicon, seed crystal, rotating chuck. ഡയഗ്രം കോപ്പി ചെയ്തോ എല്ലാരും? ഓക്കെ, സോ
നെക്സ്റ്റ് അതിന്റെ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് സിസെറ്റ് പ്രോസസ്സ് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഡയഗ്രാം വരക്കുക, ദെൻ അതിന്റെ പാർട്സ് എന്തൊക്കെയാണെന്ന് പറയാം, ദെൻ വർക്കിംഗ്. ഓക്കെ, സോ ഫസ്റ്റ് വി ക്യാൻ സീ ദ കമ്പോണൻസ്. സോ സിസെറ്റ് പ്രോസസ് കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ ലിക്വിഡ് സോളിഡ് മോണോ കമ്പോണന്റ് ഗ്രോത്ത് സിസ്റ്റം. ഈ ലിക്വിഡ് സോളിഡ് മോണോ കമ്പോണന്റ് ഗ്രോത്ത് സിസ്റ്റം എന്ന് പറഞ്ഞാൽ മീൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ സോളിഡിഫിക്കേഷൻ ഓഫ് ആറ്റംസ് ഫ്രം എ ലിക്വിഡ് ഫേസ്. അപ്പൊ ഒന്നുമില്ല, നമ്മുടെ ഈ പറയുന്ന സിലിക്കണിനെ മെൽറ്റ് ചെയ്ത് അത് ലിക്വിഡ് ഫോമിലാക്കിയിട്ട് ലിക്വിഡ് ആണ് എന്താ ചെയ്യുന്നത്, ലിക്വിഡ് സോളിഡിഫൈ ചെയ്തിട്ടാണ് ഇതൊരു സിംഗിൾ ക്രിസ്റ്റലായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആ ലിക്വിഡ് സോളിഡ് മോണോ കമ്പോണന്റ് ഗ്രോത്ത് സിസ്റ്റം എന്ന് പറയുന്നത്. ലിക്വിഡ് ടു സോളിഡ് ഫേസ് ചേഞ്ച് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അപ്പൊ ലിക്വിഡ് ഫേസിന് സോളിഡ് ഫേസിലോട്ടുള്ള ഒരു കൺവേർഷൻ പ്രോസസ്സിലാണ് ഇവിടെ നമ്മൾ ക്രിസ്റ്റൽ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. സോ ഇറ്റ് ഈസ് കോൾഡ് ലിക്വിഡ് സോളിഡ് മോണോ കമ്പോണന്റ് ഗ്രോത്ത് സിസ്റ്റം. ഓക്കെ, ജസ്റ്റ് ആ പേര് ഓർത്താൽ മതി അതിന്റെ. സോ അതിന്റെ ഫിഗർ നോക്കുക. ആ ഡയഗ്രത്തിൽ നിങ്ങൾ കാണുന്ന പോലെ മെയിൻ ആയിട്ടുള്ള കമ്പോണൻസ്. ഓക്കെ, മെയിൻ ഫർണൈസ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി അറേഞ്ച്മെന്റ്. ഓക്കെ, ദെൻ ക്രിസ്റ്റൽ പുള്ളിംഗ് മെക്കാനിസം, ആംബിയന്റ് കൺട്രോൾ സിസ്റ്റം. ഇത് നാലുമാണ് മെയിൻ ആയിട്ട് വരുന്ന പാർട്സ്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ഡയഗ്രാം നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ അല്ലേ? സോ ദ ഫർണസ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നത് ഫ്യൂസ്ഡ് സിലിക്ക ക്രൂസിബിൾ, ഗ്രാഫൈറ്റ് സസെപ്റ്റർ, റൊട്ടേഷൻ മെക്കാനിസം, ഹീറ്റിംഗ് എലമെന്റ് ആൻഡ് പവർ സപ്ലൈ. ഇത്രയാണ് നമ്മൾ സിലിക്കൺ ഫർണൈസ് എന്ന് പറഞ്ഞ പാർട്ടിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, സോ കമ്പോണൻസ് ആണ്, അതിന്റെ ആ സെറ്റപ്പ് ആണ് ആദ്യം പറയുന്നത്. സോ ഫർണൈസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വൺ ഈസ് ഫ്യൂസ്ഡ് സിലിക്ക ക്രൂസിബിൾ. ഫ്യൂസ്ഡ് സിലിക്ക ക്രൂസിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഇത് കണ്ടോ നിങ്ങൾ, ഈ ഒരു മോൾട്ടൺ സിലിക്കൺ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ആ ഒരു കമ്പോണന്റ് ആണ് നമ്മൾ എന്ത് പറയുന്നത്, ഫ്യൂസ്ഡ് സിലിക്ക ക്രൂസിബിൾ എന്ന് പറയുന്നത്. ഒന്നുമില്ല, നമ്മുടെ സിലിക്കൺ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു അറേഞ്ച്മെന്റ്. ഓക്കെ, സോ ഫ്യൂസ്ഡ് സിലിക്ക ക്രൂസിബിൾ കണ്ടെയ്ൻസ് മോൾട്ടൺ സിലിക്കൺ. ആ മോൾട്ടൺ സിലിക്കൺ ഒക്യുപ്പൈ ചെയ്യുന്ന ക്രൂസിബിൾ ആണ് ഏത്, ഫ്യൂസ്ഡ് സിലിക്ക ക്രൂസിബിൾ എന്ന് പറയുന്നത്. സോ അതിനകത്ത് മോൾട്ടൺ സിലിക്കൺ എന്ന് പറഞ്ഞാൽ ഇനീഷ്യലി ശരിക്കും സോളിഡ് ആയിട്ടാണ് നമ്മുടെ സിലിക്കൺ ഉണ്ടാവുന്നത്. ഓക്കെ, ഇപ്പൊ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് അത് മെൽറ്റ് ചെയ്യുന്നത്. സോ ആ മെൽറ്റ് ചെയ്യുന്ന സിലിക്കൺ ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ഫ്യൂസ്ഡ് സിലിക്ക ക്രൂസിബിൾ എന്ന് പറയുന്നത്. സോ ദ ഫ്യൂസ്ഡ് സിലിക്ക ക്രൂസിബിൾ കണ്ടെയ്ൻസ് മോൾട്ടൺ സിലിക്കൺ. സോ ആ ഒരു കണ്ടെയ്നർ ആണ് ഇത് ഈ ഫ്യൂസ്ഡ് സിലിക്ക ക്രൂസിബിൾ എന്ന് പറയുന്നത്. ഇറ്റ് കണ്ടെയ്ൻസ് മോൾട്ടൺ സിലിക്കൺ. അവിടെ ക്രൂസിബിളിനെ പറ്റി പറയുന്നുണ്ടെങ്കിൽ ദാറ്റ് മെറ്റീരിയൽ ഷുഡ് ബി കെമിക്കലി അൺറിയാക്റ്റീവ് വിത്ത് മോൾട്ടൺ സിലിക്കൺ. ബിക്കോസ് ആ സിലിക്കണും ഈ ഒരു നമ്മുടെ ക്രൂസിബിളിന്റെ മെറ്റീരിയലും റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായി പോകും, ചിലപ്പോൾ എന്തെങ്കിലും ഒക്കെ എക്സ്ട്രാ എലമെന്റ് ഈ സിലിക്കണിന്റെ കൂടെ വരും അല്ലെ. നമ്മൾ പ്യുവർ ആയിട്ടുള്ള സിലിക്കൺ ആണ് EGS ആണ് എടുത്തിട്ടുള്ളത്. അപ്പൊ അതിന്റെ കൂടെ റിയാക്ട് ചെയ്യുന്ന ഒരു മെറ്റീരിയൽ ആണ് ക്രൂസിബിൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായി പോകും, ഇതിനകത്ത് എക്സ്ട്രാ എന്തെങ്കിലും എലമെന്റ്സ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. സോ it should be chemically unreactive with the molten silicon. A crucible material should be chemically unreactive with the molten silicon. Then it should be having high melting point. High melting point എന്ന് പറഞ്ഞാൽ it should be greater than the melting point of silicon. കാരണം നമുക്ക് സിലിക്കൺ എന്തായാലും മെൽറ്റ് ചെയ്തിട്ട് ലിക്വിഡ് ഫേസിലോട്ട് ചെയ്യുന്നില്ലേ. ഓക്കെ, മോൾട്ടൺ സിലിക്കൺ അതിനകത്ത് നിങ്ങൾ കണ്ടു. ഓക്കെ, സിലിക്കൺ എന്തായാലും ലിക്വിഡ് ഫേസ് കൺവേർട്ട് ചെയ്യണം. ടെമ്പറേച്ചർ അപ്ലൈ ചെയ്ത് ഹൈ ടെമ്പറേച്ചറിൽ എന്ത് ചെയ്യുന്നുണ്ട്, മെൽറ്റ് ചെയ്തിട്ട് ലിക്വിഡ് ആവുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതിന്റെ ക്രിബിൾ പറയുന്നത് എന്തായിരിക്കണം, അതിന്റെ മെൽറ്റിംഗ് പോയിന്റ് ഹൈ ആയിരിക്കണം, എന്നുവെച്ചാൽ കൂടുതലായിരിക്കണം. ഈ ഒരു ടെമ്പറേച്ചറിൽ ക്രൂസിബിൾ മെൽറ്റ് ആയി പോകാൻ പാടില്ല, മീൻ ചെയ്യുന്നുള്ളൂ. ഓൾസോ ഇറ്റ് ഷുഡ് ബി ഹാവിംഗ് ഹൈ തെർമൽ സ്റ്റെബിലിറ്റി. ഹൈ ടെമ്പറേച്ചർ പ്രോസസ് ആയതുകൊണ്ട് തന്നെ തെർമലി സ്റ്റേബിൾ. അതേപോലെ അതിനെന്തായിരിക്കണം, അത്രയും ഹാർഡ് ആയിരിക്കണം, പിന്നെ കോസ്റ്റ് ആയിരിക്കണം. അത്രയാണ് ഫ്യൂസ്ഡ് സിലിക്ക ക്രൂസിബിളിന്റെ നമ്മുടെ റിക്വയർമെന്റ്സ് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഇത്രയും ഓർത്താൽ മതി. നമ്മുടെ മോൾട്ടൺ സിലിക്കൺ കണ്ടെയ്ൻ ചെയ്യുന്ന കണ്ടെയ്നർ ആണ് ആക്ച്വലി ഫ്യൂസ്ഡ് സിലിക്ക ക്രൂസിബിൾ എന്ന് പറയുന്നത്. ഷുഡ് ബി കെമിക്കലി അൺറിയാക്റ്റീവ് വിത്ത് മോൾട്ടൺ സിലിക്കൺ ആൻഡ് ഹാവിംഗ് ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് ഹൈ തെർമൽ സ്റ്റെബിലിറ്റി. കാര്യങ്ങൾ ഓർക്കാം. ദെൻ നെക്സ്റ്റ് വരുന്നത് ഗ്രാഫൈറ്റ് സസെപ്റ്റർ. ഗ്രാഫൈറ്റ് സസെപ്റ്ററിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് സപ്പോർട്ട് സിലിക്ക ക്രൂസിബിൾ. ഓക്കെ, അപ്പൊ ഈ സിലിക്ക ക്രൂസിബിൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ആക്ച്വലി ഈ ഒരു
ഈ ഡയഗ്രത്തില് നിങ്ങൾ ഒരു സൈഡ് കണ്ടോ, ഇതാണ് ആക്ച്വലി ഗ്രാഫൈറ്റ് സസെപ്റ്റർ എന്ന് പറയുന്നത്. നമ്മുടെ ക്രൂസിബിളിനുള്ള സപ്പോർട്ടാണ്. ഓക്കെ, ഈ ഒരു പാർട്ട് ഉണ്ട്, അതാണ് ഗ്രാഫൈറ്റ് സസെപ്റ്റർ എന്ന് പറയുന്നത്. സോ ഗ്രാഫൈറ്റ് സസെപ്റ്റർ സപ്പോർട്ട് സിലിക്ക ക്രൂസിബിൾ. അപ്പൊ മെയിൻലി അത് യൂസ് ചെയ്യുന്നത് ടു സപ്പോർട്ട് ദ സിലിക്ക ക്രൂസിബിൾ ആണ്. ദെൻ സെക്കൻഡ് ഫംഗ്ഷൻ ഈസ് ടു പ്രൊവൈഡ് ബെറ്റർ തെർമൽ കണ്ടീഷൻസ്. അതെന്താന്ന് വെച്ചാൽ നമ്മുടെ ഈ ഇലക്ട്രോമാഗ്നറ്റിക് എനർജി, റേഡിയോ ഫ്രീക്വൻസി RF ഹീറ്റിംഗ് കോയിലിന്റെ അകത്ത് വരുന്ന ഇലക്ട്രോമാഗ്നറ്റിക് എനർജീനെ ഹീറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു എബിലിറ്റിയും കൂടെ സസെപ്റ്ററിന് ഉണ്ടാവും. ഓക്കെ, അപ്പൊ അങ്ങനെ തെർമൽ കണ്ടീഷൻസ്, ബെറ്റർ തെർമൽ കണ്ടീഷൻസ്, ഹീറ്റ് പ്രൊവൈഡ് ചെയ്യാനും കൂടെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു എലമെന്റ് ആണ് ഈ ഗ്രാഫൈറ്റ് സസെപ്റ്റർ എന്ന് പറയുന്നത്. അപ്പൊ സിംപ്ലി നമ്മുടെ സിലിക്കൺ ക്രൂസിബിളിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി, സപ്പോർട്ട് ദ സിലിക്കൺ ക്രൂസിബിൾ and also to provide better thermal conditions, we are using a graphite susceptor. Okay, then next is rotation mechanism. Okay, so rotation mechanism എന്ന് പറഞ്ഞാൽ this susceptor is placed on a pedestal whose shaft is connected to a motor. അപ്പൊ നമുക്ക് ഇവിടെ റൊട്ടേഷൻ മെക്കാനിസം വേണ്ടി വരും. അതെന്തിനാണെന്ന് നമുക്ക് വർക്കിംഗ് പറയുമ്പോൾ പറയാം. ഓക്കെ, ഇവിടെ റൊട്ടേഷൻ മെക്കാനിസം ഉണ്ട്. അപ്പൊ ഈ ഗ്രാഫൈറ്റ് ഒരു പെഡസ്റ്റലിന്റെ മേലെ, ഓക്കെ, പ്ലേസ്ഡ് ഓൺ ദ പെഡസ്റ്റൽ, അതിന്റെ ഒരു മോട്ടറിനോട് കണക്ട് ചെയ്തിട്ടുണ്ട് ടു പ്രൊവൈഡ് റൊട്ടേഷൻ മെക്കാനിസം. അതേപോലെ റൊട്ടേഷൻ വേറൊരു സ്ഥലത്തും കൂടെ വരുന്നുണ്ട്, ഇവിടെ ഒരു റൊട്ടേറ്റിംഗ് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഓവറോൾ നമുക്കൊരു റൊട്ടേഷൻ മെക്കാനിസം അതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് ആക്ച്വലി യൂണിഫോം ആയിട്ട് ഈ പ്രോസസ്സ് നടക്കാൻ വേണ്ടിയിട്ടാണ്. വർക്കിംഗ് പറയുമ്പോൾ നിങ്ങൾക്ക് അതൊന്നുകൂടെ ക്ലിയർ ആവും എന്തിനാണ് റൊട്ടേഷൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ദർ വിൽ ബി എ റൊട്ടേഷൻ മെക്കാനിസം അസോസിയേറ്റഡ് വിത്ത് ദിസ് ക്രൂസിബിൾ. ദെൻ ഹീറ്റിംഗ് എലമെന്റ് ആൻഡ് പവർ സപ്ലൈ. ദാറ്റ് ഈസ് നമുക്കിവിടെ ഹൈ ടെമ്പറേച്ചറിൽ സിലിക്കൺ മെൽറ്റ് ആവണം എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ അതിനുവേണ്ടി ആ ഹൈ ടെമ്പറേച്ചർ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഹീറ്റിംഗ് എലമെന്റ്സ്. റേഡിയോ ഫ്രീക്വൻസി ഹീറ്റിംഗ് ഓർ റെസിസ്റ്റൻസ് ഹീറ്റിംഗ് ഇസ് യൂസ്ഡ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് അതിന്റെ ഫർണേസ് എന്ന് പറഞ്ഞ ഒരു സെറ്റപ്പ് വരുന്നത്. അപ്പൊ മെയിൻ ആയിട്ട് നിങ്ങൾ ആ കമ്പോണൻസ് എന്താണെന്നുള്ളത്, എന്തൊക്കെയാണ് ഉള്ളത് നോക്കുക. ഫ്യൂസ്ഡ് സിലിക്ക ക്രൂസിബിളിനകത്ത് മോൾട്ടൺ സിലിക്കൺ, ദെൻ അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രാഫൈറ്റ് സസെപ്റ്റർ, ദെൻ ദർ വിൽ ബി റൊട്ടേഷൻ മെക്കാനിസം ആൻഡ് ദർ വിൽ ബി ഹീറ്റിംഗ് എലമെന്റ് ആൻഡ് പവർ സപ്ലൈ. പിന്നെ വരുന്നത് ക്രിസ്റ്റൽ പുള്ളിംഗ് മെക്കാനിസം ആണ്. ഓക്കെ, ഇപ്പൊ നമ്മൾ റൊട്ടേഷൻ മെക്കാനിസം ഉണ്ട് എന്ന് പറഞ്ഞു, അതേപോലെ ഒരു ക്രിസ്റ്റൽ പുള്ളിംഗ് മെക്കാനിസം. ക്രിസ്റ്റൽ പുള്ളിംഗ് മെക്കാനിസം എന്ന് പറഞ്ഞാൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഷാഫ്റ്റ്, റൊട്ടേഷൻ മെക്കാനിസം ആൻഡ് സീഡ് ചക്ക്. അത്രയുള്ളതാണ് പുള്ളിംഗ് മെക്കാനിസം. അത് നമ്മുടെ പുൾ റേറ്റ്, അതായത് നമ്മുടെ ക്രിസ്റ്റൽ ഇവിടെ ഗ്രോ ചെയ്ത് വരുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് പുള്ള് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെക്കാനിസം ആണ്. അത് വർക്കിംഗ് വരുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാകും കേട്ടോ. അപ്പൊ ഒന്നുകൂടെ പറയാം ഡീറ്റെയിൽ ആയിട്ട്. Then ambient control. Next വരുന്ന ഒരു പാർട്ട് ambient control ആണ്. It include gas source, flow control and exhaust. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ഇതിനകത്ത് വരുന്ന ഗ്യാസ് ഫ്ലോ എന്ന് പറഞ്ഞാൽ നോർമലി നമ്മൾ ഇനേർട്ട് ഗ്യാസ് അല്ലെങ്കിൽ വാക്വത്തിലാണ് ഈ പ്രോസസ്സ് നടക്കുന്നത്. അതായത് വേറെ എക്സ്ട്രാ എലമെന്റ്സ് ഒന്നും ഇതിന്റെ അകത്തില്ല. ഒന്നുകിൽ ഇനേർട്ട് ഗ്യാസ് ആയിരിക്കണം. ഇനേർട്ട് ഗ്യാസ് നിങ്ങൾക്ക് അറിയാലോ, റിയാക്ട് ചെയ്യൂല. ഓക്കെ, ഒന്നുകിൽ അങ്ങനെ ഒരു എൻവയോൺമെന്റിൽ അല്ലെങ്കിൽ വാക്വത്തിലാണ് ഈ പ്രോസസ്സ് നടക്കുന്നത്. സോ ആ ഒരു നമ്മുടെ ഒരു അറ്റ്മോസ്ഫിയർ എപ്പോഴും ഇനേർട്ട് ആയിട്ട് അല്ലെങ്കിൽ വാക്വം ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ഗ്യാസ് സോഴ്സ് എന്ന് പറഞ്ഞാൽ മീൻ ചെയ്യുന്നത്. ഒന്നുകിൽ ഇനേർട്ട് ഗ്യാസ് ഫ്ലോ ചെയ്യാം, അല്ലെങ്കിൽ എന്തായിരിക്കണം, വാക്വം ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. ഓക്കെ, സോ ആ ഗ്യാസ് ഫ്ലോ കൺട്രോൾ ചെയ്യാനും അതേപോലെ എക്സോസ്റ്റ്, ഇതിന്റെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് വരുന്ന എന്തെങ്കിലും എക്സോസ്റ്റ് ആയിട്ട് വരുന്നതിനെ അതൊക്കെ കൺട്രോൾ ചെയ്യാനാണ് നമ്മൾ ആംബിയന്റ് കൺട്രോൾ. സോ സിംപ്ലി ആംബിയന്റ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു കെമിക്കൽ റിയാക്ഷൻ അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സ് നടക്കാനുള്ള ഒരു അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസ് പ്രോപ്പർ ആയിട്ട് കൺട്രോൾ ചെയ്യാനുള്ളതാണ് ഈ ആംബിയന്റ് കൺട്രോൾ എന്ന് പറയുന്നത്. Then there will be control system. Control system means it includes microprocessors and sensors. അത് എന്തിനാന്ന് വെച്ചാൽ ഒന്ന് മെയിൻ ആയിട്ട് ടെമ്പറേച്ചർ. ഇപ്പൊ നമ്മൾ സിലിക്കൺ മെൽറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ആ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യണമെങ്കിൽ നമുക്ക് ടെമ്പറേച്ചർ എത്രയാണെന്ന് അറിയണമല്ലോ. അപ്പൊ ഓരോ ടൈമിലും ടെമ്പറേച്ചർ സെൻസ് ചെയ്ത് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ആ ഹീറ്റിംഗ് മെക്കാനിസം കൺട്രോൾ ചെയ്തിട്ട് നമുക്ക് വേണ്ട ടെമ്പറേച്ചർ എന്താണോ അത് മെയിൻറ്റെയിൻ ചെയ്യണം. ഓക്കെ, അതേപോലെ ക്രിസ്റ്റൽ ഡയമീറ്റർ, ഇവിടെ ഗ്രോ ചെയ്യുന്ന ക്രിസ്റ്റലിന്റെ ഡയമീറ്റർ, പിന്നെ ഇതിന്റെ റൊട്ടേഷൻ മെക്കാനിസം ഉണ്ട് എന്ന് പറഞ്ഞു, റൊട്ടേഷൻ സ്പീഡ്, പിന്നെ ഒരു പുള്ളിംഗ് മെക്കാനിസം ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ അതിന്റെ പുൾ റേറ്റ്, ഇതൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് വി ആർ യൂസിങ് സെൻസേഴ്സ് ആൻഡ് പ്രോസസ്സേഴ്സ്. അതാണ് കംപ്ലീറ്റ് ആയിട്ട് കൺട്രോൾ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, പാർട്ട് നിങ്ങൾക്ക് ഒന്നുകൂടെ വർക്കിംഗ് പറയുമ്പോൾ ഒന്നുകൂടെ ക്ലിയർ ആവും ഓരോന്നും എന്തിനാന്ന്. സോ നെക്സ്റ്റ് വി ക്യാൻ മൂവ് ഓൺ ടു ദ സോ വർക്കിംഗില് പറയുകയാണെങ്കിൽ ഇനീഷ്യലി the starting material is electronic grade silicon, that is EGS. Okay, EGS is melted in the furnace. So നമ്മൾ നേരത്തെ പറഞ്ഞ സിലിക്കൺ ക്രൂസിബിളിൽ ഇനീഷ്യലി we are taking the starting material, that is EGS.
അത് ആക്ച്വലി നമ്മൾ ഇനീഷ്യൽ എടുക്കുന്ന സമയത്ത് സോളിഡ് സ്റ്റേറ്റിലാണ് ഉണ്ടാവുക. ഓക്കെ, ദെൻ അതിനെന്ത് ചെയ്യണം, ഫർണസിൽ മെൽറ്റ് ചെയ്യണം. സോ മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വി ഹാവ് ടു heat the furnace. The furnace is heated to 1500 degrees Celsius. 1500 നമ്മൾ പ്രോസസ് ചെയ്യാനുള്ള റീസൺ melting of silicon is 1412 degrees Celsius ആണ്. Okay, so that temperature, so melt ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ ആണ് 1412. സോ 1500 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോഴേക്കും എന്തായിട്ടുണ്ടാവും, ഈ സോളിഡ് സിലിക്കൺ കംപ്ലീറ്റ് മെൽറ്റ് ചെയ്തിട്ട് ലിക്വിഡ് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യും. So starting material is electronic grade silicon, which is initially our furnace we are taking this EGS. Okay, then furnace is heated above 1500 degrees Celsius. അതിന് വേണ്ടിയിട്ട് എന്ത് പറഞ്ഞു, നമ്മളൊരു ഹീറ്റിംഗ് മെക്കാനിസം, റേഡിയോ ഫ്രീക്വൻസി ഹീറ്റിംഗ് ഓർ റെസിസ്റ്റീവ് ഹീറ്റിംഗ് അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഏതെങ്കിലും ഒരു ഹീറ്റിംഗ് മെക്കാനിസം യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഒരു 1500 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറിലേക്ക് എന്ത് ചെയ്യും, അതിനെ ഹീറ്റ് ചെയ്ത സിലിക്കൺ എന്ത് ചെയ്യും, മെൽറ്റ് ചെയ്ത് ലിക്വിഡ് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്ന കാര്യം എ സ്മോൾ സീഡ് ക്രിസ്റ്റൽ. ഓക്കെ, എ സ്മോൾ സീഡ് ക്രിസ്റ്റൽ. ഈ സീഡ് ക്രിസ്റ്റൽ എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാല്, നമ്മളിപ്പം സീസർ പ്രോസസ് ചെയ്യുന്ന എന്തിനാന്ന് പറഞ്ഞു, EGS ടു സിംഗിൾ ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെ. അപ്പൊ നമുക്ക് ഉള്ളത് ഒരു പോളി ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ ആണ്, അതിനെ സിംഗിൾ ക്രിസ്റ്റലായിട്ട് ഡെവലപ്പ് ചെയ്യണം. സോ ആ സിംഗിൾ ക്രിസ്റ്റലായിട്ട് ഡെവലപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടേണ്ട ആ ഒരു ക്രിസ്റ്റലൈൻ സ്ട്രക്ചറിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണോ ആ പ്രോപ്പർട്ടീസ് ഉള്ള ഒരു സാമ്പിൾ ആണ് ആക്ച്വലി സീഡ് ക്രിസ്റ്റൽ എന്ന് പറയുന്നത്. മനസ്സിലായോ? സീഡ് ക്രിസ്റ്റൽ എന്ന് പറഞ്ഞാൽ മീൻ ചെയ്യുന്നത് നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടേണ്ടതിന്റെ എല്ലാ ഫീച്ചേഴ്സും ഉള്ള ഒരു സാമ്പിൾ. ആ രീതിയിൽ നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഓക്കെ, അപ്പൊ നമുക്കിപ്പം ഒരു ഡിസൈഡ്, ഇപ്പം ഇവിടെ പറഞ്ഞ ഡിസൈഡ് ഓറിയന്റേഷൻ ഉണ്ട്, ഡിസൈഡ് ഒരു ഡോപ്പിംഗ് ഉണ്ടാവും, അതേപോലെ ഒരു സിംഗിൾ ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് റിക്വേർഡ് ആയിട്ടുള്ള ഔട്ട്പുട്ടിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ക്രിസ്റ്റലിന് എന്തൊക്കെ പ്രോപ്പർട്ടീസ് വേണോ ആ പ്രോപ്പർട്ടീസ് ഒക്കെ ഉള്ള ഒരു സാമ്പിൾ ക്രിസ്റ്റൽ, അതാണ് ഏത്, സീഡ് ക്രിസ്റ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, സോ എ സ്മോൾ സീഡ് ക്രിസ്റ്റൽ വിത്ത് ദ ഡിസൈർഡ് ഓറിയന്റേഷൻ ഓഫ് ദ ഫൈനൽ വേഫർ. ഓക്കെ, ഫൈനലി നമുക്ക് കിട്ടേണ്ട ഓറിയന്റേഷനും അതിന്റെ റെസിസ്റ്റിവിറ്റിയും അതേപോലെ ഒരു സിംഗിൾ ക്രിസ്റ്റലൈൻ സ്ട്രക്ചറും ഒക്കെ ഉള്ള ഒരു സീഡ് ക്രിസ്റ്റൽ. ഓക്കെ, it is dipped in the molten silicon and slowly withdrawn by the crystal pulling mechanism. അപ്പൊ ചെയ്യുന്ന പ്രോസസ് എന്താന്ന് വെച്ചാല്, നമ്മുടെ ഈ ഒരു ഡയഗ്രത്തിൽ നിങ്ങൾ നോക്ക്, ഇവിടെ നമ്മളൊരു ക്രൂസിബിളിനകത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, EGS, അതായത് സോളിഡ് ഫോമിലുള്ള EGS ആദ്യം ഇതിനകത്തേക്ക് പിന്നെ മോൾട്ടൺ ഫില്ല് ചെയ്യും. ദെൻ എന്ത് ചെയ്യും, യൂസിങ് ദിസ് RF ഹീറ്റിംഗ് കോയിൽ ഓർ റെസിസ്റ്റീവ് ഹീറ്റിംഗ് ടെമ്പറേച്ചർ, ഹൈ ടെമ്പറേച്ചർ പ്രൊവൈഡ് ചെയ്യും. എത്ര, about 1500 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറിൽ ഹീറ്റ് ചെയ്യും. ദെൻ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈ സിലിക്കണ് മെൽറ്റ് ആവും. ഓക്കെ, ദെൻ മോൾട്ടൺ സിലിക്കൺ, അതായത് ആ ലിക്വിഡ് ഫോമിലോട്ട് സിലിക്കൺ കൺവേർട്ട് ആയി. ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇതിന്റെ ടോപ്പ് സൈഡിൽ നിന്ന് നമ്മൾ ഒരു സീഡ് ക്രിസ്റ്റല് ഇതിനകത്തേക്ക് സസ്പെൻഡ് ചെയ്യും. ആക്ച്വലി ഈ മെൽറ്റിന്റെ മേലെ ഇതിപ്പോ നമ്മൾ ഗ്രോ ചെയ്യുന്ന ഒരു കണ്ടീഷനിലാണ് കാണിച്ചിട്ടില്ല, ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോ കാണിച്ചുതരാം, അപ്പൊ കുറച്ചും കൂടെ ക്ലിയർ ആവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാല്, ഇവിടെ ഒരു സീഡ് ക്രിസ്റ്റൽ ഇതിന്റെ മേലെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും. ഈ ഒരു മേലെയുള്ള ഒരു റൊട്ടേറ്റിംഗ് ചക്ക് ഉണ്ടല്ലോ. ഓക്കെ, അപ്പൊ അവിടെ എന്ത് ചെയ്യുന്ന വെച്ചാല് ഒരു സീഡ് ക്രിസ്റ്റൽ സസ്പെൻഡ് ചെയ്യും. ദെൻ അതെന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ മെൽറ്റ് ആയി കഴിഞ്ഞാല് ഈ ഒരു സർഫസിലേക്ക് ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്യും. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കും. അപ്പൊ ഡിപ്പ് ചെയ്യുമ്പോഴേ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ അതിവിടെ കുറെ സമയം കോൺടാക്റ്റിൽ ഇരുന്ന് എന്താ വെച്ചാല്, ഈ ഒരു ഏരിയയിൽ ഈ RF ഹീറ്റിംഗ് കോയിൽ ഉള്ളത് ഈ ഒരു ഏരിയയിലാണ്. ഈ ഒരു ഏരിയയിൽ ഹൈ ടെമ്പറേച്ചർ ആണ്. ഓക്കെ, ഹൈ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 1500 ഡിഗ്രി സെൽഷ്യസ്. അപ്പൊ അവിടെ ഈ സിലിക്കണിന്റെ എന്താ സിലിക്കൺ സോളിഡ് സ്റ്റേറ്റ് ചെയ്യൂല. ആ ഒരു ടെമ്പറേച്ചർ എത്തിക്കഴിഞ്ഞാൽ എന്താവും, സിലിക്കൺ മെൽറ്റ് ആവുക ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മളിവിടെ എന്താ വെച്ചാൽ കുറച്ച് സമയം കൊണ്ട് പെട്ടെന്നൊന്ന് സസ്പെൻഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് അതിൽ ഡിപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യും, അത് ഡ്രോ ചെയ്യും, പുള്ളി ചെയ്യും. ഓക്കെ, അപ്പൊ ആ പുള്ളി ചെയ്യാനുള്ള നേരത്തെ നമ്മൾ പുള്ളിങ് മെക്കാനിസം ഉണ്ടെന്ന് പറഞ്ഞു, ക്രിസ്റ്റൽ പുള്ളിങ് മെക്കാനിസം. സോ ഈ റൊട്ടേറ്റിംഗ് ചക്കിൽ സസ്പെൻഡ് ചെയ്തിട്ട് ഒരു സീഡ് ക്രിസ്റ്റൽ സസ്പെൻഡ് ചെയ്യും. അപ്പൊ സീഡ് ക്രിസ്റ്റൽ എന്ന് പറഞ്ഞാൽ പറഞ്ഞു നമുക്ക് ഫൈനലി ഡെവലപ്പ് ചെയ്യേണ്ട ക്രിസ്റ്റലിന്റെ പ്രോപ്പർട്ടീസ് ഉള്ള ഒരു സാമ്പിൾ. ഓക്കെ, അപ്പൊ ഒരു സീഡ് ക്രിസ്റ്റൽ ഇതിന്റെ മേലെ സസ്പെൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ദെൻ ആ സസ്പെൻഡ് ചെയ്ത സീഡ് ക്രിസ്റ്റലിന്റെ ഒരു എൻഡ് എന്ത് ചെയ്യും, ജസ്റ്റ് ഈ മോൾട്ടൺ സിലിക്കണിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ദെൻ അത് പുള്ളി ചെയ്യും. ഓക്കെ, ദെൻ ഗ്രാജുവലി എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ പുള്ളി ചെയ്തെടുക്കുക ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ഓർക്കേണ്ട കാര്യം, നമ്മൾ ഈ ഹീറ്റിംഗ് കോയിലുള്ള റീജിയൻ വരെ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഈ സിലിക്കൺ ലിക്വിഡ് ഫോമിൽ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇത് പുള്ളി ചെയ്യുന്ന സമയത്ത് ഇവിടുന്ന് പുറത്തേക്ക് എത്തുമ്പോൾ എന്ത് സംഭവിക്കും, ആ ഹൈ ടെമ്പറേച്ചർ റീജിയൻ അത് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ എന്തായി, ടെമ്പറേച്ചർ ലോ ആണ്.
ടെമ്പറേച്ചർ ലോ ആവുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ചെയ്യും? ആ ലിക്വിഡ് ഫോമിലുള്ള സിലിക്കൺ സോളിഡ്. മനസ്സിലായോ? അപ്പൊ ആ ഹൈ ടെമ്പറേച്ചറുള്ള റീജിയനിൽ സിലിക്കൺ ഇങ്ങനെ എന്താ മെൽറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആ സസ്പെൻഡ് ചെയ്തിട്ട്, നിങ്ങൾ ഓർക്കേണ്ടത് ആ മേലേന്ന് ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ടാവും. ആ ഒരു റൊട്ടേറ്റിംഗ് സെറ്റിന്റെ മേലെ ക്രിസ്റ്റൽ തൂക്കിയ പോലെ ഒന്ന് ആലോചിച്ചാൽ മതി. ഓക്കെ, അപ്പൊ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും. ദാറ്റ് സസ്പെൻഡഡ് സീഡ് ക്രിസ്റ്റൽ ഈസ് ജസ്റ്റ് ഡിപ്ഡ് ഇൻ ദ മോൾട്ടൺ സിലിക്കൺ. ഓക്കെ, അപ്പൊ ആ സസ്പെൻഡ് ചെയ്തത് എന്ത് ചെയ്യും? slowly lower ചെയ്ത് ഇറ്റ് ഈസ് ബ്രോട്ട് ഇൻ ടു കോണ്ടാക്ട് വിത്ത്. അപ്പൊ ഡിപ്പ് എന്ന് വെച്ചാൽ വല്ലാണ്ടങ്ങ് കോണ്ടാക്ട് വരില്ല. കാരണം എന്തായി പോകും? നമ്മുടെ സീഡ് ക്രിസ്റ്റലും കൂടെ ആയി പോകും. അങ്ങനെ ആവാൻ പാടില്ല. ജസ്റ്റ് എന്ത് ചെയ്യും? സ്ലോലി ലോവേർഡ് ദ seed and brought into contact with the melt. Then crystal is slowly pulled up. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? എല്ലാം ഡിപ്പ് ചെയ്തിട്ട് അതിനെ പുള്ളി ചെയ്യും. മേലെ റൊട്ടേറ്റിംഗ് സെറ്റ് മെക്കാനിസം എന്ത് ചെയ്യും? മെക്കാനിസം ഉണ്ട്, അതെന്ത് ചെയ്യും? മേലേക്ക് ഡ്രോ ചെയ്യും. ആ ഡ്രോ ചെയ്യുന്ന സമയത്ത് ഹൈ ടെമ്പറേച്ചർ റീജിയനിൽ നിന്ന് ഈ ക്രിസ്റ്റല് പുറത്തേക്ക് വരുമ്പോൾ എന്ത് ചെയ്യും? ലോ ടെമ്പറേച്ചർ റീജിയനിലേക്ക് വരുമ്പോഴേക്കും ലിക്വിഡിന് സോളിഡ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ക്രിസ്റ്റൽ റോഡ് ഫോം ചെയ്യാം. ഓക്കെ, ഈ ഇതിന്റെ കൂട്ടത്തിൽ നമ്മളൊരു റൊട്ടേഷൻ മെക്കാനിസത്തിന്റെ കാര്യം പറഞ്ഞു. ഈ റൊട്ടേഷൻ മെക്കാനിസം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിപ്പം വെറുതെ ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്ത് പുള്ളി ആണെങ്കിൽ യൂണിഫോം ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യില്ല. ഓക്കെ, അപ്പൊ യൂണിഫോം ആയിട്ടുള്ള ഒരു ക്രിസ്റ്റൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു റൊട്ടേഷൻ മെക്കാനിസം അതെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ നമ്മുടെ ഈ പുള്ളി ചെയ്യുന്നുണ്ടല്ലോ, ഈ മേലേന്ന് എന്ന് പറഞ്ഞു, ഈ പുള്ളി ചെയ്യുന്ന ഈ ഒരു മെക്കാനിസം അതിപ്പം ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു ആന്റി ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്യാണ്. ഈ കാണിച്ചിരിക്കുന്ന കണക്കാണെങ്കിൽ പുള്ളി ചെയ്യുന്നതിന്റെ കൂടെ എന്ത് ചെയ്യും? ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് നമുക്ക് എന്ത് ചെയ്യുള്ളൂ? യൂണിഫോം ആയിട്ടുള്ള ക്രിസ്റ്റൽ ഡെവലപ്മെന്റ്, ക്രിസ്റ്റൽ ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. സോ അതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് ഈ ഒരു റൊട്ടേഷൻ മെക്കാനിസം യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത് പുള്ളി ചെയ്യുന്നതിന്റെ കൂടെ എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ റൊട്ടേഷനും കൂടെ ഉണ്ട്. അതേപോലെ നമ്മൾ താഴെ ഒരു റൊട്ടേഷൻ മെക്കാനിസം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ? ആ ഒരു ഗ്രാഫൈറ്റ് സസെപ്റ്ററിന് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു മോട്ടോറിനോട് കണക്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിപ്പം ഈ ഒരു റൊട്ടേറ്റ് നമ്മുടെ ഈ ഒരു പുള്ളിങ് മെക്കാനിസം ഇത് എന്ത് ചെയ്യുന്നുണ്ട്? പുള്ളിങ്ങും ഉണ്ട്, റൊട്ടേഷനും ഉണ്ട്. അപ്പൊ ഇത് ആന്റി ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ക്രൂസിബിൾ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു എറോ മാർക്ക് കണ്ടോ? ഈ ക്രൂസിബിൾ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്യും. ഓക്കെ, നിങ്ങൾക്ക് ക്രൂസിബിൾ ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യും. നമ്മുടെ ആ ഒരു പുള്ളിങ് മെക്കാനിസം എന്ത് ചെയ്യുന്നുണ്ട്? ആന്റി ക്ലോക്ക് വൈസിലും റൊട്ടേറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ കംപ്ലീറ്റ്ലി വരുന്ന ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒന്നുകൂടെ നിങ്ങളൊന്ന് നോക്ക്. ഇനീഷ്യലി നമ്മൾ ഒരു ക്രൂസിബിളിനകത്ത് വി ഹാവ് സോളിഡ് സിലിക്കൺ EGS. Then we are applying heat using RF heating coils. We are applying heat under this high temperature, that is 1500 degrees Celsius temperature. This seed EGS will melt. Okay, then it will form molten silicon in the crucible. ആ ക്രൂസിബിളിനകത്ത് molten silicon ഉണ്ടാവും. Then we have a seed crystal. Seed crystal എന്ന് പറഞ്ഞാൽ crystal having the properties of the desired വേഫർ. നമുക്ക് ഏതാണോ പ്രിപ്പയർ ചെയ്യേണ്ടത് അതിന്റെ പ്രോപ്പർട്ടീസ് ഉള്ള ഒരു സീഡ് ക്രിസ്റ്റൽ. ഇറ്റ് വിൽ ബി സസ്പെൻഡഡ് ഫ്രം ദിസ് റൊട്ടേറ്റിംഗ് ചക്ക്. ഓക്കെ, ജസ്റ്റ് സസ്പെൻഡ് ചെയ്ത് എന്നിട്ട് എന്ത് ചെയ്യും? വി ആർ ലോവേർഡ് ദാറ്റ് പാർട്ട് ആൻഡ് ഡിപ്ഡ്. ഓക്കെ, ജസ്റ്റ് ഇതിന്റെ ഈ ഒരു മോൾട്ടൺ സിലിക്കണിൽ ഒന്ന് ഡിപ്പ് ചെയ്യും. ഓക്കെ, ബ്രോട്ട് ഇൻ ടു കോണ്ടാക്ട് വിത്ത് ഡിപ്പ് ചെയ്യുന്നൊന്നും പറയാൻ പറ്റില്ല, നമുക്ക് ജസ്റ്റ് ഒന്ന് ബ്രോട്ട് ഇൻ ടു കോണ്ടാക്ട് വിത്ത് ദ മെൽറ്റ് ഓർ മോൾട്ടൺ സിലിക്കൺ. ഓക്കെ, ദെൻ ഇറ്റ് സ്ലോലി പുൾഡ് അപ്പ്. ആ പുള്ളി ചെയ്യുന്നതിന്റെ കൂടെ എന്ത് ചെയ്യും? പുൾഡ് അപ്പ് വൈൽ റൊട്ടേറ്റിംഗ് ദ ക്രൂസിബിൾ. അപ്പൊ ഇത് പുള്ളി ചെയ്യുന്നതിന്റെ കൂടെ എന്ത് ചെയ്യും? പുള്ളി ചെയ്യുന്നതിന്റെ കൂടെ ആ ഒരു മെക്കാനിസം റൊട്ടേറ്റ് ചെയ്യും. അതേപോലെ നമ്മുടെ ക്രൂസിബിളും റൊട്ടേറ്റ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ട്? ടു ഗെറ്റ് ദ യൂണിഫോം ഡെപ്പോസിഷൻ. ഓക്കെ, ദെൻ എന്താ ഒരു ടെമ്പറേച്ചർ, നമ്മുടെ ഹൈ ടെമ്പറേച്ചറിന്ന് ലോ ടെമ്പറേച്ചർ റീജിയനിലേക്ക് പുള്ളി ചെയ്ത് എന്ത് ചെയ്യും? ക്രിസ്റ്റൽ സോളിഡിഫൈ ചെയ്യാൻ തുടങ്ങും. ഞാൻ കാര്യം ചെയ്യാം, നിങ്ങൾക്കൊരു വീഡിയോ കാണിക്കാം. അപ്പൊ നിങ്ങൾക്ക് ഒന്നുകൂടെ ആ പ്രോസസ് ആവും. കാണാൻ പറ്റുന്നില്ലേ? നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ?
ഒന്ന് അതൊന്ന് നോക്കിക്കോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അത് കണ്ടു കഴിഞ്ഞാൽ ഒന്നും കൂടെ ആ ഒരു പ്രോസസ്സ് കുറച്ചുകൂടെ മനസ്സിലാവും, വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, കേട്ടോ. കണ്ടോ ഈ ഒരു ഇത് നിങ്ങൾ കണ്ട ഈ ഒരു എൻഡ്, ഇപ്പൊ ഇത് മോൾട്ടൺ സിലിക്കൺ ആണ്, ഇവിടെ കാണുന്ന സിലിക്കൺ ആണ്. ഓക്കെ, ആ മോൾട്ടൺ സിലിക്കണിന്റെ ജസ്റ്റ് ഒന്ന് അതിന്റെ എൻഡ് നമ്മുടെ സീഡ് ക്രിസ്റ്റൽ ഒന്ന് ജസ്റ്റ് അതുമായിട്ട് എന്ത് ചെയ്യുന്നു, കോണ്ടാക്ട് കൊണ്ടുവരിക ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ മെൽറ്റ് ആയിട്ടുള്ള സിലിക്കൺ ഉണ്ട്, അതിനകത്ത് നമ്മുടെ സീഡ് ക്രിസ്റ്റൽ ഇതേപോലെ സസ്പെൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. ഓക്കെ, സസ്പെൻഡ് ചെയ്തിട്ട് ആ ജസ്റ്റ് ആ ഒരു എൻഡ് മാത്രം എന്ത് ചെയ്യുന്നു, കോണ്ടാക്ട് വരിക ചെയ്യുന്നു ഇവിടെ. ഓക്കെ, ദെൻ അതിന്റെ ഒരു റൊട്ടേഷൻ മെക്കാനിസം, ആ ക്രൂസിബിൾ കംപ്ലീറ്റ് ഇതേപോലെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. കണ്ടോ, കംപ്ലീറ്റ് ഇതുപോലെ റൊട്ടേറ്റ് ചെയ്തിട്ടാണ് ഇത് ഫൈനൽ. ഒന്നും കൂടെ നിങ്ങൾ സ്റ്റാർട്ടിംഗ് വിട്ട് നോക്ക്. ഇത് കണ്ടോ, ഇവിടെ നിങ്ങൾ ആ യെല്ലോ കളറിൽ കാണുന്നത് മോൾട്ടൺ സിലിക്കൺ ആണ്. ഓക്കെ, ദെൻ സീഡ് ക്രിസ്റ്റൽ, ഇവിടെ നമ്മുടെ പുള്ളിങ് മെക്കാനിസം വെച്ചിട്ട് എന്താ ചെയ്യുന്നത്, ആ സീഡ് ക്രിസ്റ്റൽ നിങ്ങൾ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടാവുക. ഇത് ഈ ഒരു എൻഡിലാണ് നമ്മൾ ഈ പറയുന്ന സീഡ് ക്രിസ്റ്റൽ ഉള്ളത്. ഓക്കെ, അപ്പൊ എന്താ അത് ജസ്റ്റ് ഒന്ന് സസ്പെൻഡ് ചെയ്ത് ഇതിനകത്തേക്ക് ഒന്നൊരു കോണ്ടാക്ട് വരുത്തിക്കുക, അതാ മീൻ ചെയ്യുന്നത്. കണ്ടോ, ഇവിടെ ജസ്റ്റ് ഒന്ന് കോണ്ടാക്റ്റിൽ വന്നു. ഓക്കെ, ദെൻ കോണ്ടാക്റ്റിൽ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നുണ്ട്, അത് റൊട്ടേറ്റും ചെയ്യുന്നുണ്ട് പുള്ളും ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കണ്ടോ, റൊട്ടേറ്റും ചെയ്യുന്നുണ്ട് പുള്ളും ചെയ്യുന്നുണ്ട്. എന്താ ചെയ്യുന്നത്, അതിനെ മേലേക്ക് അല്ലെ, മേലേക്ക് പുള്ളി ചെയ്യുന്നുണ്ട്. അതേപോലെ ഒരുമിച്ചിട്ട് റൊട്ടേഷനും കൂടെ ഉണ്ട്. അതേപോലെ ക്രൂസിബിളും എന്ത് ചെയ്യുന്നുണ്ട്, റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഏരിയയിലാണെങ്കിൽ കംപ്ലീറ്റ് മെൽറ്റ് ആയിട്ട് ഉണ്ടാവുക. ആ ഹീറ്റ് ചെയ്ത ഏരിയയിൽ നിന്ന് പുറത്തേക്ക് വരുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ചെയ്യും, സോളിഡ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് വരിക ചെയ്യുന്നത്. അതൊന്നും കൂടെ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് അടുത്തുനിന്ന് നിങ്ങൾക്ക് കാണാൻ, ആ മെൽറ്റ് ആയിട്ടുള്ള സിലിക്കൺ അതിന്റെ ആ ക്രൂസിബിൾ റൊട്ടേഷൻ ആണ് ഈ കാണുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ആ റൊട്ടേഷന്റെ കാര്യം മനസ്സിലായല്ലോ. റൊട്ടേറ്റ് ചെയ്തിട്ട് വരുമ്പോഴാണ്, ആ റൊട്ടേഷൻ കൂടെ വരുന്നതുകൊണ്ടാണ് യൂണിഫോം ആയിട്ട് നമുക്ക് ഇതേപോലെ ഒരു റോഡ് ലൈക്ക് സ്ട്രക്ചർ കിട്ടുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഫൈനലി കിട്ടുന്ന ഔട്ട്പുട്ട് ഇതേപോലെ ഉണ്ടാവുക. നല്ല ലെങ്ത് ഉള്ള നല്ല ഡയമീറ്റർ ഉള്ള സിലിക്കണിന്റെ മോണോക്രിസ്റ്റലൈൻ ആയിട്ടുള്ള സിലിക്കൺ. ഓക്കെ, അതിന്റെ അടുത്ത സ്റ്റെപ്പാണ്, തൽക്കാലം വേണ്ട. ഓക്കെ, ഇപ്പൊ ഏകദേശം ഐഡിയ കിട്ടിയോ കണ്ടപ്പം? ഒന്നും കൂടി ഇനി അതിന്റെ വർക്കിംഗ് ഒന്ന് നോക്ക്. Star material is EGS, which is melted in the furnace use RF heating. Okay, so furnace heat temperature 1500 degrees Celsius ആണ്. So അത് മെൽറ്റ് ആ ഒരു ക്രൂസിബിളിനകത്ത് ഉണ്ടാവും. Then a small seed crystal with the desired orientation of final wafer is dipped in the molten silicon. അല്ലെങ്കിൽ നമുക്ക് ഡിപ്പ് ചെയ്തൊന്നും വേണ്ട, ജസ്റ്റ് brought into contact with the molten silicon. അത്രയേ ഉള്ളൂ.
then slowly withdrawn by the crystal pulling mechanism. Okay, then seed crystal is also rotated while it is being pulled to ensure uniformity across the surface. ഇപ്പൊ കണ്ടു seed crystal പുൾ ചെയ്യുന്നതിന്റെ കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, അത് റൊട്ടേറ്റും കൂടെ ചെയ്യുന്നുണ്ട്, യൂണിഫോം ഡെപ്പോസിഷൻ എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓൾസോ ഫർണസ് ഈസ് റൊട്ടേറ്റഡ് ഇൻ ദ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ടു ദ ക്രിസ്റ്റൽ പുള്ളർ. അപ്പൊ ഈ റൊട്ടേഷൻ കംപ്ലീറ്റ് വരുന്നത് ഫോർ ഗെറ്റിംഗ് യൂണിഫോം ഡെപ്പോസിഷൻ ആണ്. ഓക്കെ, then the molten silicon sticks to the seed crystal and starts to solidify with the same orientation as the seed crystal is withdrawn. അതായത് അതിന്റെ ആ ഹീറ്റഡ് ആയിട്ടുള്ള വിത്ഡ്രോ ചെയ്യുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ചെയ്യും, നമ്മുടെ മോൾട്ടൺ സിലിക്കൺ സോൾഡിഫൈ ചെയ്യും. ഓക്കെ, സിലിക്കൺ ഇൻഗോട്ട് ഈസ് ഒബ്റ്റെയിൻഡ്. സിലിക്കൺ ഇൻഗോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ലാർജ് ആയിട്ടുള്ള സിലിക്കണിന്റെ ആ ഒരു മോണോക്രിസ്റ്റൈൻ, ഈ ഒരു സാധനത്തിനാണ് സിലിക്കൺ ഇൻഗോട്ട് എന്ന് പറയുന്നത്. നിങ്ങൾ കണ്ടോ, ഇതുപോലെയാണ് നിങ്ങൾക്ക് കിട്ടുക. ഈ ഒരു സീഡ് ക്രിസ്റ്റല് കൊടുത്ത് നമ്മുടെ ആ ഒരു ജോയിൻ ആവുന്ന ആ ഒരു എൻഡ് ആണ് ഈ ഒരു ഷേപ്പിൽ വരുന്നത്. ബാക്കി നിങ്ങൾക്ക് എന്താക്കും, റോഡ് ലൈക്ക് സ്ട്രക്ചർ തന്നെയായിരിക്കും. ഓക്കെ, ദെൻ വൺ മോർ തിങ് അതിനകത്ത് പറയാനുള്ളത്, നമുക്കിപ്പം സെമി കണ്ടക്ടേഴ്സ് ഇതേപോലെ ഫാബ്രിക്കേറ്റ് ചെയ്യുമ്പോൾ സിലിക്കൺ മാത്രമാണ് നമ്മൾ ഇതുപോലെ ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ്, അത് ഇൻട്രൻസിക് സെമി കണ്ടക്ടർ അല്ലെ. പക്ഷെ നമുക്ക് ഡിവൈസ് ഫാബ്രിക്കേഷന് ചിലപ്പോൾ എൻ ടൈപ്പ് പി ടൈപ്പ് ഒക്കെ വേണ്ടി. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ആ മെൽറ്റ് സിലിക്കണിൽ ഡോപ്പന്റ് മെറ്റീരിയൽസ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഓക്കെ, ക്രിയേറ്റ് ഡോപ്ഡ് ക്രിസ്റ്റൽസ്. എനിക്ക് എൻ ടൈപ്പ് സെമി കണ്ടക്ടർ മെറ്റീരിയൽ വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഞാൻ ഫോസ്ഫറസ് ഡ്രോപ്പ് ചെയ്യേണ്ടി വരും. പി ടൈപ്പ് സോറി ബോറോൺ വെച്ച് ഡ്രോപ്പ് ചെയ്യേണ്ടി വരും അല്ലെ. പി ടൈപ്പ് ആണെങ്കിൽ ഏതെങ്കിലും ഫിഫ്ത്ത് ഗ്രൂപ്പ് വെച്ചിട്ട് ചെയ്യേണ്ടി വരും. സോ ഇതേപോലെ സെമി കണ്ടക്ടേഴ്സിന് ഡോപ്പ് ചെയ്യണമെങ്കിൽ, പറഞ്ഞത് തിരിഞ്ഞു പോയോ, എനിവേ എൻ ടൈപ്പോ പി ടൈപ്പോ നമുക്ക് എന്തായാലും ഡോപ്പിംഗ് എലമെന്റ്സ് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ മെറ്റീരിയലിനകത്ത് മോൾട്ടൺ സിലിക്കണിന്റെ അകത്ത് ആ ഡോപ്പ് ചെയ്യേണ്ട മെറ്റീരിയൽ ആഡ് ചെയ്യാം ക്രിസ്റ്റൽ ഗ്രോ ചെയ്യുന്നതിന്റെ കൂടെ. ഓക്കെ, ദെൻ പ്രോസസ് കൺട്രോൾ. നേരത്തെ നമ്മൾ പറഞ്ഞ സെൻസേഴ്സും മൈക്രോ പ്രോസസ്സും വെച്ചിട്ട് നമുക്ക് ഈ പ്രോസസ്സ് കൺട്രോൾ ചെയ്യാം. അതിൽ മെയിൻ ആയിട്ട് വരുന്ന കാര്യങ്ങളാണ് സ്പീഡ് ഓഫ് വിത്ഡ്രോവൽ ആൻഡ് സ്പീഡ് ഓഫ് റൊട്ടേഷൻ. ഓക്കെ, അപ്പൊ അതിന്റെ ക്വാളിറ്റി ഡിറ്റർമൈൻ ചെയ്യുന്നതിൽ മെയിൻ ആയിട്ടുള്ള 2 ഫാക്ടേഴ്സ് ആണ് സ്പീഡ് ഓഫ് വിത്ത് ആൻഡ് റൊട്ടേഷൻ. ഓക്കെ, അപ്പൊ സ്പീഡ് ഓഫ് വിത്ഡ്രോവൽ അത്രയും സ്ലോ ആയിരിക്കണം, അതുപോലെ റൊട്ടേഷനും എല്ലാം കറക്റ്റ് ആയിട്ട് കൺട്രോൾ ചെയ്താലേ നമുക്ക് ഇതേപോലെ യൂണിഫോം ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ അതിന്റെ ഫീഡ്ബാക്ക്, അതായത് ടെമ്പറേച്ചർ കറക്റ്റ് ആണോ, നമ്മുടെ ഇതിന്റെ ഡയമീറ്റർ കറക്റ്റ് ആയിട്ടാണോ വരുന്നത്, അങ്ങനെ ഒരു ഫീഡ്ബാക്ക് മെക്കാനിസം ഉണ്ടാവും ആ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞു വാക്യൂം അല്ലെങ്കിൽ ഇനേർട്ട് അറ്റ്മോസ്ഫിയറിലാണ് ഈ ഒരു കാര്യം ക്യാരി ഔട്ട് ചെയ്യുന്നത്. സോ ആ ഒരു ആംബിയന്റ് ഗ്യാസ് കൺട്രോളും എന്താണ് ഇതിന്റെ ക്വാളിറ്റീനെ ഡിറ്റർമിൻ ചെയ്യുന്ന പാരാമീറ്റർ ആണ്. ഓക്കെ, സോ ഇതേപോലെ ഫൈനലി നിങ്ങൾക്ക് ഒരു സിംഗിൾ ക്രിസ്റ്റൽ ഇൻഗോട്ട് ഒബ്റ്റെയിൻ ചെയ്യും. ദാറ്റ് ഈസ് CSET പ്രോസസ്. CSET പ്രോസസ് മനസ്സിലായോ? ഐഡിയ കിട്ടിയിട്ടില്ലേ? ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഇത്രേ ഉള്ളൂ. നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ എക്സാമിന് ചോദിച്ചാൽ ആ ഡയഗ്രാം വരച്ച് അതിന്റെ പാർട്സ് എന്തൊക്കെയാന്ന് പറഞ്ഞാൽ അതിന്റെ വർക്കിംഗ് പറയണം. അത്രേ ഉള്ളൂ. ഒരു 5 മാർക്സ് മിക്കവാറും 5-6 മാർക്സിനൊക്കെയാണ് ചോദിക്കാറുള്ളത് CSET പ്രോസസ്. അപ്പൊ എന്തിനാണെന്ന് ആദ്യം എഴുതുക. EGS2 നിങ്ങൾ പോളിക്രിസ്റ്റലൈൻ ടു സിംഗിൾ ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നതെന്ന് പറയാം. ദെൻ ആ ഒരു സെറ്റപ്പ് പറഞ്ഞ് അതിന്റെ വർക്കിംഗ്. ക്ലിയർ അല്ലേ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഫ്ലോട്ട് സോൺ ടെക്നിക്കും ഇതിന്റെ ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് കമ്പാരിസണും നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. Okay, so I'm stopping here.